നെക്സ്റ്റ് ക്ലയന്റ് സെർവർ അപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്നുള്ളതും അതേപോലെ തന്നെ മിഡിൽ വെയർ എന്താണെന്നുള്ളതും നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ദ ക്ലയന്റ് സെർവർ അപ്ലിക്കേഷൻസ്. ഓക്കെ, നമ്മൾ ഒരുപാട് ക്ലയന്റ് സെർവർ അപ്ലിക്കേഷൻസ് നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരുപാട് ക്ലയന്റ് സെർവർ അപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മളൊരു എ ടി എം മെഷീൻ ഈസ് എ ക്ലയന്റ് സെർവർ അപ്ലിക്കേഷൻ. അതെങ്ങനെയാണ് ക്ലയന്റ് സെർവർ മെഷീൻ ആവുന്നത്? നമുക്കൊരു ഇന്റർഫേസ്, ആ എ.ടി.എമ്മിന്റെ ഇന്റർഫേസിൽ നമ്മൾ ഡാറ്റാസ്, നമുക്ക് ആവശ്യമുള്ള ഡാറ്റാസിനെ കൊടുക്കുന്നു. ദെൻ അതിനെ ഇന്ററാക്ട് ചെയ്തിട്ട് സെർവർ മെഷീൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിപ്ലൈ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, ഇറ്റ്സ് എ എ.ടി.എം മെഷീൻ ഈസ് എ ക്ലയന്റ് സെർവർ അപ്ലിക്കേഷൻ. ആൻഡ് പോസ്റ്റ് ടെർമിനൽ ഇപ്പോൾ ഗൂഗിൾ പേ, ജിപേ തുടങ്ങിയിട്ടുള്ള ടെർമിനൽസ്, പേയ്മെന്റ് ബൈ ദ ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് കാർഡ് ഈസ് ഇൻ ദി സ്റ്റോർ ആൻഡ് റിയൽ ടൈം ഇന്ററാക്റ്റീവ് ക്ലയന്റ് സെർവർ ആണ്. ഇത് രണ്ടും റിയൽ ടൈം ഇന്ററാക്റ്റീവ് ക്ലയന്റ് സെർവർ ആണ്, എ.ടി.എം മെഷീൻ ആണെന്നുണ്ടെങ്കിലും പോസ് ആണെന്നുണ്ടെങ്കിലും. ഓക്കെ, ദെൻ ബാങ്കിങ് സിസ്റ്റം, ഓൺലൈൻ ബാങ്കിങ്ങിൽ നമ്മുടെ ഡിവൈസ് അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ട് എന്താണ്, ഒരു ക്ലയന്റ് ആണ്. ദെൻ ബാങ്ക് സെർവർ, നമുക്ക് യൂസ് ചെയ്യുന്ന ബാങ്ക്, കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബാങ്ക് അവിടുത്തെ സെർവർ മെഷീൻ ആണ്. സെർവർ മെഷീനായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു, അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡാറ്റ തിരിച്ച് കൊടുക്കുന്നു. അതേപോലെ വെബ് ആപ്പുകൾ, നമ്മളൊരു വെബ് ആപ്പ്, ഏത് വെബ് ആപ്പ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് ആവശ്യമുള്ള റിക്വസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആമസോൺ, ഫേസ്ബുക്ക്, നമുക്കുള്ള ഡിവൈസസ്, ആമസോണിലൊക്കെ നമുക്ക് ആവശ്യമുള്ള റിക്വസ്റ്റ് നമ്മൾ കൊടുക്കുന്നു. അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈറ്റിൽ കയറിയിട്ട് അല്ലെങ്കിൽ സെർവറിൽ കയറിയിട്ട് തിരിച്ചുള്ള റിപ്ലൈ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നു. ദിസ് ഇസ് അനദർ ടൈപ്പ് ഓഫ് ക്ലയന്റ് സെർവർ അപ്ലിക്കേഷൻ. ഇങ്ങനെ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഒരുപാട് ക്ലയന്റ് സെർവർ അപ്ലിക്കേഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഓൺലൈൻ ഷോപ്പിംഗ്, എയർലൈൻ റിസർവേഷൻ ആൻഡ് ഗൂഗിൾ സെർച്ച്, ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫിൽ ഓരോ മൈന്യൂട്ട് സെക്കൻഡിലും നമ്മൾ യൂസ് ചെയ്യുന്ന ചില ക്ലയന്റ് സെർവർ അപ്ലിക്കേഷൻസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് മിഡിൽ വെയർ എന്താണെന്നുള്ളത് നോക്കാം. മിഡിൽ വെയർ ഈസ് എ സോഫ്റ്റ്വെയർ ദാറ്റ് റൺസ് ബിറ്റ്വീൻ ക്ലയന്റ് ആൻഡ് ദ സെർവർ. ക്ലയന്റിന്റെയും സെർവറിന്റെയും ഇടയിൽ ഉള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് മിഡിൽ വെയർ. മിഡിലിൽ നടക്കുന്നതാണ് മിഡിൽ വെയർ. ഓക്കെ, അപ്പോൾ ഫ്രണ്ട് എൻഡിൽ നടക്കുന്നത് എന്താണ്? നമ്മൾ ആ 3 ടയർ ആർക്കിടെക്ചറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട് എൻഡിൽ വരുന്നത് ക്ലയന്റ് ആണ്, ബാക്ക് എൻഡിൽ വരുന്നത് സെർവർ അല്ലെങ്കിൽ ഡാറ്റാബേസ് ആണ് ബാക്ക് എൻഡിൽ വരുന്നത്. ഓക്കെ, ഇനി ഈ ക്ലയന്റിന്റെയും അതേപോലെ തന്നെ ബാക്ക് എൻഡിന്റെയും, ഫ്രണ്ട് എൻഡിന്റെയും ബാക്ക് എൻഡിന്റെയും ഇടയിൽ, അതാണ് മിഡിൽ വെയർ. ഓക്കെ, ഇതിന് രണ്ടിന്റെയും കൂടി ഇടയിൽ നടക്കുന്ന സോഫ്റ്റ്വെയർസിനെയാണ് നമ്മൾ മിഡിൽ വെയർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഗ്ലൂ ബിറ്റ്വീൻ ദ ക്ലയന്റ് ആൻഡ് സെർവർ. ഇവരെ രണ്ടിനെയും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് മിഡിൽ വെയർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ മിഡിൽ വെയർ ഈസ് റിട്ടൺ ഇൻ സച്ച് എ വേ ദാറ്റ് ദ യൂസർ നെവർ നോട്ടീസ് ഇറ്റ്സ് പ്രസൻസ്. യൂസറിനായിട്ട് ഡയറക്റ്റ് ഇന്ററാക്ഷൻ ഉണ്ടാവില്ല. യൂസറായിട്ട് ഇന്ററാക്ഷൻ വരുന്നത് ഫ്രണ്ട് എൻഡ് ആണ്. ദെൻ അതിന്റെ ഈ യൂസറായിട്ടുള്ള ഇന്ററാക്ഷൻ മാറി അല്ലെങ്കിൽ അവരുടെ അടുത്തുനിന്ന് പോയി എന്നാൽ ബാക്ക് എൻഡിലേക്ക് എത്തുന്നതിന്റെയും ഇടയിലുള്ള ട്രാൻസ്പെറൻറ്റ് സർവീസസിനെയാണ് നമ്മൾ മിഡിൽ വെയർ എന്ന് പറയുന്നത്. എ ക്ലയന്റ് ക്യാൻ മേക്ക് എ റിക്വസ്റ്റ് വിത്ത് എ നെറ്റ്വർക്ക് ബേസ്ഡ് ഇന്ററാക്ഷൻ ആൻഡ് ദാറ്റ് ക്ലയന്റ് ഈസ് ടിപ്പിക്കലി ആൻ ആപ്ലിക്കേഷൻ ദാറ്റ് റിസൈഡ്സ് on the front end, which is where the user interact with the software. The resources such as database management, SQL, that is represented as the back end, and the middleware is in between these two. Back endindeയും middlewareന്റെയും ഇടയിൽ വർക്ക് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ എന്ത് പറയണേ, നമ്മുടെ മിഡിൽ വെയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരുപാട് ടൈപ്സ് ഓഫ് മിഡിൽ വെയേഴ്സ് ഉണ്ട്. ഇനി മിഡിൽ വെയർ എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതായത് രണ്ട് സർവീസസിന്റെ ഇടയിൽ, ഫ്രണ്ട് എൻഡിന്റെയും ബാക്ക് എൻഡിന്റെയും ഇടയിൽ വർക്ക് ചെയ്യുന്ന സോഫ്റ്റ്വെയർസിനെയാണ് നമ്മൾ മിഡിൽ വെയർ എന്ന് പറയുന്നത്. ഇനി ഒരുപാട് ടൈപ്സ് ഓഫ് മിഡിൽ വെയേഴ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ രണ്ട് പേഴ്സൺസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരാൾ ഇംഗ്ലീഷ് അറിയുന്നുള്ളൂ, മറ്റയാൾക്ക് മലയാളം അറിയുന്നുണ്ടെങ്കിൽ അവർക്ക് രണ്ടുപേരുടെയും ഇടയിൽ ഇവർക്ക് രണ്ടുപേർക്കും അറിയുന്ന ഒരു ലാംഗ്വേജ് അല്ലെങ്കിൽ രണ്ടും അറിയുന്ന ഒരാൾ അതിന്റെ ഇടയിൽ ഇന്ററാക്ട് ചെയ്യാൻ നിൽക്കുന്നുണ്ടാവും. ഓക്കെ, അയാളാണ് അവിടുത്തെ ഇന്ററാക്ഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി, ട്രാൻസ്ലേഷന് വേണ്ടി നിൽക്കുന്ന ആൾ. അതേപോലെ തന്നെ യൂസറിനേറ്റും ബാക്ക് എൻഡിനേറ്റും ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് ആണ് മിഡിൽ വെയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ദർ ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മിഡിൽ വെയേഴ്സ്. ഒരുപാട് ടൈപ്സ് ഓഫ് മിഡിൽ വെയേഴ്സ് ഉണ്ട്. നമുക്ക് ചിലത് നോക്കാം. ഫസ്റ്റ്, മെസ്സേജിംഗ് മിഡിൽ വെയർ ഫെസിലിറ്റീസ്. Messaging middleware facilitates the communication between the
distributed applications and services. അതായത് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് മെസ്സേജസ് പാസ് ചെയ്തിട്ടൊക്കെ നടക്കുന്ന ഒരു മിഡിൽ വെയർ ആണ് മെസ്സേജിങ് മിഡിൽ വെയർ. ഇപ്പൊ നമുക്ക് നമ്മൾ ATM മെഷീനിൽ ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മളോട് ചോദിക്കാറുണ്ട് എത്ര എമൗണ്ട് വേണം, നിങ്ങളുടെ പിൻ നമ്പർ എത്രയാണ്, റെസീറ്റ് വേണോ, ഇനി വീണ്ടും പ്രോസസ് ചെയ്യണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മെസ്സേജിലൂടെ ഇന്ററാക്ട് ചെയ്യാറുണ്ട്. ഇത് ഒരു മെസ്സേജിങ് മിഡിൽ വെയർ ആണ്. ദെൻ രണ്ടാമത് ഒബ്ജക്റ്റ് ഓർ ORB മിഡിൽ വെയർ. ഇവിടെ എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ക്ലാസ്സസ് തമ്മിൽ അല്ലെങ്കിൽ രണ്ട് കണ്ടെയ്നർ തമ്മിൽ ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതിനെയാണ് ഒബ്ജക്റ്റ് ഓർ ORB മിഡിൽ വെയർ എന്നുള്ള കേസിൽ പറയുന്നത്. സോഫ്റ്റ്വെയർ കമ്പോണൻസ് ഓർ ഒബ്ജക്റ്റ് ടു ബി കമ്മ്യൂണിക്കേറ്റ് ആൻഡ് ഇന്ററാക്ട് വിത്ത് എ പ്രോഗ്രാം സച്ച് ആസ് കണ്ടെയ്നേഴ്സ് അക്രോസ് distributed system. ഇനി നെക്സ്റ്റ് റിമോട്ട് പ്രൊസീജിയർ കോൾ RPC. Middleware provides a protocol. It is a protocol. RPC is a protocol. Protocol ആണ് remote procedure calls. അതായത് റിമോട്ട് ആക്സസിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടോകോൾ ആണ് RPC എന്ന് പറയുന്നത്. That allows a program to request a service from another program located on another computer or network. വേറൊരു കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്ന പ്രോഗ്രാമിന് അതിന്റെ സർവീസ് നമ്മുടെ സിസ്റ്റത്തിലേക്ക് കൂടി ആവശ്യമായിട്ട് വരുന്നതിനെയാണ് RPC എന്ന് പറയുന്നത്. ഓക്കെ, ഡാറ്റ ഓർ ഡാറ്റാബേസ് മിഡിൽ വെയർസ് enables the direct access to and interaction with database. ഡാറ്റാബേസസിനായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മിഡിൽ വെയർ ആണ് ഡാറ്റാബേസ് മിഡിൽ വെയർ എന്ന് പറയുന്നത്. Then transaction on transactional middleware ensures the transactions moves from one phase to the next through the transaction process monitoring. ട്രാൻസാക്ഷൻ തന്നെ ഇപ്പൊ നമ്മൾ ആ ക്യാഷ് ATM മെഷീനിലൂടെ ആണെന്നുണ്ടെങ്കിൽ ക്യാഷ് നമുക്ക് ഡെലിവർ ചെയ്യുന്നത് ട്രാൻസാക്ഷൻ ആണ് അല്ലെ. ആ ട്രാൻസാക്ഷൻ നടക്കുന്ന ആ ഒരു മെത്തേഡ് ട്രാൻസാക്ഷൻ പ്രോസസ്സ്, ക്യാഷ് നമുക്ക് കിട്ടുന്ന ആ ഒരു പ്രോസസ്സ്, ദാറ്റ് ഈസ് ആൾസോ എ ടൈപ്പ് ഓഫ് മിഡിൽ വെയർ. Content and centric middleware allows the client side request for the specific content and abstract and deliveries. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ എടുക്കുന്ന ക്ലാസ് പോലും നമ്മൾ നെറ്റിൽ നിന്ന് ആക്സസ് ചെയ്ത ഡാറ്റാസ് ആണ് അല്ലേ. അപ്പോൾ ആ ഡാറ്റാസിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം റിക്വസ്റ്റ് കൊടുക്കുന്നു, കറസ്പോണ്ടിങ് ആയിട്ടുള്ള കണ്ടന്റ് നമുക്ക് കിട്ടുന്നു. ദാറ്റ് ഈസ് കണ്ടന്റ് സെൻട്രിക് മിഡിൽ വെയർ. ദെൻ എംബഡഡ് മിഡിൽ വെയർ ഫെസിലിറ്റീസ് കമ്മ്യൂണിക്കേഷൻ. അതായത് എംബഡഡ് ഡിവൈസസിൽ യൂസ് ചെയ്യുന്ന എംബഡഡ് ആപ്സ് ആൻഡ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്. ദിസ് ഇസ് ആൾസോ അനദർ ടൈപ്പ് ഓഫ് മിഡിൽ വെയർ. ഓക്കെ, ദെൻ അങ്ങനെ ഒരുപാട് ടൈപ്സ് ഓഫ് മിഡിൽ വെയേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ അതിൽ കുറച്ചെണ്ണം മാത്രം ജസ്റ്റ് നോക്കുന്നു എന്ന് മാത്രം. ഓക്കെ, ഇനിയും ഉണ്ട് ഒരുപാട് ടൈപ്സ് ഓഫ് മിഡിൽ വെയേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അങ്ങനെയുള്ള ഒരുപാട് കേസസ് നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരുപാട് മിഡിൽ വെയേഴ്സ് ആണ്. ഒരു ഡാറ്റാബേസ് കണക്ഷൻ ബിറ്റ്വീൻ ദ ക്ലയന്റ് ആൻഡ് സെർവർ എങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്യുന്നത് ഒരു പിക്ചറിക്കൽ റെപ്രസെന്റേഷനിൽ കാണിച്ചിട്ടിരിക്കുകയാണ്. ഇവിടെ നോക്കുക, ഒരു ക്ലയന്റ്, സെർവർ ആൻഡ് ഡാറ്റാബേസ്, ഇങ്ങനെയാണ് നമ്മുടെ ക്ലയന്റ് സെർവർ മെക്കാനിസം വർക്ക്ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ക്ലയന്റ് മേ ബി എ ഡെസ്ക്ടോപ്പ് ആവാം, അല്ലെങ്കിൽ മൊബൈൽ ആവാം, എന്തെങ്കിലും ഒരു ഗാഡ്ജറ്റ്. ഓക്കെ, ഏതെങ്കിലും ഒരു ഡിവൈസ്. ആ ഡിവൈസ് ക്ലയന്റ് എന്ത് ചെയ്യും, ഒരു റിക്വസ്റ്റ് പ്രൊവൈഡ് ചെയ്യും സെർവറിന്. സെർവർ എന്ത് ചെയ്യും, ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിക്വസ്റ്റ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് വെരിഫൈ ചെയ്യും ബൈ യൂസിങ് ദി ഡാറ്റാബേസ്. ഡാറ്റാബേസിൽ ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡാറ്റ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. ഉണ്ടെങ്കിൽ അത് സെർവറിന് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. സെർവർ അതെന്ത് ചെയ്യും, ക്ലയന്റിന് റിട്ടേൺ ചെയ്ത് കൊടുക്കും. ഇതാണ് ക്ലയന്റ് സെർവർ മെക്കാനിസത്തിൽ നടക്കുന്ന പ്രോസസ്. കാര്യത്തിന് നമ്മളൊന്ന് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാണ് ചെയ്യുന്നത്. നമ്മളൊരു നെറ്റ്വർക്കിലൂടെ ക്ലയന്റ് ഡിവൈസസിലൂടെ റിക്വസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. ആ റിക്വസ്റ്റ് സെർവറിലേക്ക് പോകുന്നു. സെർവർ അത് ബാക്ക് എൻഡിൽ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നു. ബാക്ക് എൻഡിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ തിരിച്ച് റിപ്ലൈ കൊടുക്കുന്നു. നമ്മൾ കൊടുക്കുന്ന റിക്വസ്റ്റ് മേ ബി ഇമേജ് ആവാം, അല്ലെങ്കിൽ വീഡിയോ ആവാം, അല്ലാന്നുണ്ടെങ്കിൽ ഡാറ്റ ആവാം, ബാങ്കിങ് ട്രാൻസാക്ഷൻ ആവാം, എന്തും ആവാം. എന്താണെങ്കിലും ആ റിക്വസ്റ്റ് ഡാറ്റ ക്യാൻ ടേക്ക് ഓൺ മെനി ഡിഫറെന്റ് ഫോംസ് ആൻഡ് വിച്ച് മേ ബി സ്റ്റോർഡ് ഇൻ എ വെറൈറ്റി ഓഫ് വേസ് സച്ച് ആസ് കമ്മിങ് ഫ്രം എ ഫയൽ സെർവർ. നമ്മൾ ആ ഫയലിന് നമുക്ക് എന്ത് ചെയ്യും, ഡാറ്റാബേസിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഡാറ്റാബേസിൽ നിന്ന് ആ ഡാറ്റയെ ഫെച്ച് ചെയ്തെടുക്കും. ദെൻ ദാറ്റ് ഈസ് പാസ്ഡ് ഇൻ ടു ദ മെസ്സേജ് ക്യൂ പ്രിസർവ്ഡ് ഇൻ എ ഡാറ്റാബേസ്. ആൻഡ് ദ റോൾ ഓഫ് മിഡിൽവെയർ ഈസ് ടു എനേബിൾ ആൻഡ് ഈസ് ആക്സസ് ടു ദോസ് ബാക്ക് എൻഡ് റിസോഴ്സസ്. ഓക്കെ, ദെൻ ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മിഡിൽവെയർ യൂസ് ചെയ്യുന്നത്. മിഡിൽവെയർ പ്രോഗ്രാം വിൽ typically provides a messaging service for application to transfer data such
such as Object Access Protocol, SOAP, Simple Object Access Protocol, then representational state transfer or JavaScript object oriented notations. ഈ മെത്തേഡ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മിഡിൽ വെയറിൽ നിന്ന് പ്രോഗ്രാം ചെയ്ത് എടുക്കുന്നത്. ഇനി നമ്മളിവിടെ മിഡിൽ വെയർ ആർക്കിടെക്ചർ ആണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ട ക്ലയൻറ്റ് സെർവർ മെത്തേഡിൽ തന്നെ ഉള്ളത് തന്നെയാണ് ഈ മിഡിൽ വെയർ. സോ this applications, these different applications is treated as the client ആയിട്ടാണ് ഇത് വർക്ക്ഔട്ട് ചെയ്യുന്നത്. ആൻഡ് ഈ ഓരോ ക്ലയൻറ്റും ആപ്ലിക്കേഷൻ ഇൻ്റർഫേസസിലൂടെ മിഡിൽ വെയറിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. മിഡിൽ വെയർ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇൻഫോർമേഷന് റിട്രീവ് ചെയ്ത് കൊടുക്കുന്നു. ഇതാണ് മിഡിൽ വെയറിൻ്റെ ആർക്കിടെക്ചർ. ആപ്ലിക്കേഷൻ ഇൻ്റർഫേസസ് മിഡിൽ വെയറിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഡിസ്ട്രിബ്യൂട്ടേഴ്സ് സിസ്റ്റം സർവീസസ് ഏതാണോ യൂസ് ചെയ്ത് വെച്ചാൽ അത് യൂസ് ചെയ്തെങ്കിൽ മെസ്സേജിങ് ആവാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു മെത്തേഡ് ആയിരിക്കാം. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആവാം, റിമോട്ട് പ്രൊസീജിയർ കോൾ ആവാം. ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്തിട്ട് മിഡിൽ വെയറിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ദെൻ ഇൻഫോർമേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നു. മിഡിൽ വെയർ യൂസ് ചെയ്യുന്നത് നോക്കാം. മിഡിൽ വെയർ ഒരുപാട് ഫങ്ഷൻസ് ചെയ്യുന്നുണ്ട്. ഒന്ന്, ഇറ്റ് മാനേജസ് ദ കണക്ടിവിറ്റി ടു വാരിയസ് ബാക്ക് ആൻഡ് റിസോഴ്സസ്. അതായത് ഇറ്റ് ഈസ് ആൻ ഗ്ലൂ ബിറ്റ്വീൻ ദ ഫ്രണ്ട് എൻഡ് ആൻഡ് ബാക്ക് എൻഡ് ആണ് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. അതുകൊണ്ട് തന്നെ കണക്ഷൻ മാനേജ്മെന്റ് അല്ലെങ്കിൽ കണക്ടിവിറ്റി, ഒരുപാട് കണക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടി ബാക്ക് എൻഡിലുള്ള ഒരുപാട് കണക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് മിഡിൽ വെയർ സഹായിക്കുന്നുണ്ട്. അതേപോലെ മിഡിൽ വെയർ സോഫ്റ്റ്വെയർ ഹാസ് കപ്പാസിറ്റി ടു ഇംപ്ലിമെന്റ് ദ ലോജിക് ബേസ്ഡ് ഓൺ ദ റിക്വസ്റ്റ് മെയ്ഡ് ബൈ ദ ക്ലയന്റ്. ക്ലയന്റ് കൊടുക്കുന്ന റിക്വസ്റ്റുകളെ അത് പല മെത്തേഡിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് മിഡിൽ വെയർ യൂസ് ചെയ്യാറുണ്ട്. ബൈ യൂസിങ് ദ ലോജിക് മെക്കാനിസത്തിലൂടെ കണക്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ മിഡിൽ വെയർ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ദെൻ മിഡിൽ വെയർ പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ കൺകറൻസി പ്രോസസ്സിംഗ്. കൺകറന്റ് പ്രോസസ്സ്, അത് ഒരേ സമയം ഒന്നിലധികം പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നിടത്തൊക്കെ മിഡിൽ വെയർ സഹായിക്കുന്നുണ്ട്. ലോഡ് ബാലൻസിങ് ആൻഡ് ട്രാൻസാക്ഷൻ മാനേജ്മെന്റ്, ഈ ഒരു മെത്തേഡിനൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? മിഡിൽ വെയർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ ഇറ്റ് പ്രൊവൈഡ്സ് എ സെക്യൂരിറ്റി ആക്സസ് ടു ബാക്ക് ആൻഡ് റിസോഴ്സസ്. ബാക്ക് ആൻഡ് റിസോഴ്സസുകളുടെ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ഈ മിഡിൽ വെയേഴ്സിനെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് നമുക്ക് മിഡിൽ വെയേഴ്സിന്റെ കേസിൽ പറയാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം.